ഹായ് ഓൾ, ഇന്നൊരു അടിപൊളി മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കുറേയേറെ മാമ്പഴം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതൊരു ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2-3 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് കൂടി അരച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ മാമ്പഴം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഈ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പ് ചേർത്ത് നല്ലോണം ഒന്ന് വേവിച്ച ശേഷം നമുക്ക് അതിലേക്ക് തൈര് കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ചെറിയ പീസ് ശർക്കര കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മാമ്പഴ പുളിശ്ശേരിയിലൊന്ന് വറവ് കഴിക്കാം കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ചെറിയുള്ളിയും വറ്റൽമുളകും കടുകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ മാമ്പഴ പുളിശ്ശേരി. ഞാൻ ഫസ്റ്റ് ടൈം ഇത് ഉണ്ടാക്കി നോക്കുമ്പോൾ പിന്നെ എനിക്ക് മാമ്പഴമൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കി നോക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണാം കേട്ടോ.